ഇത് ഞാനൊരു ക്ലീനിങ് പ്രോസസ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഏകദേശം ഞാൻ 2 ആഴ്ചകളാവുന്നു നന്നായിട്ടൊന്ന് ക്ലീനാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പൊടിയോ അഴുക്ക് പറ്റുമ്പോൾ അപ്പോഴങ്ങ് തുടച്ച് മാറ്റുമെന്നല്ലാതെ ഞാൻ ഒത്തിരി അല്പം തിരക്കായതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് 2 ആഴ്ച അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞാൻ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. ഇന്നിപ്പം ഞാൻ അതുകൊണ്ട് രാവിലെ അടുപ്പ് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് സോഡാപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുറച്ച് വിനീഗർ ഒഴിച്ചു. പിന്നെ ഒരു ലിക്വിഡാണത്, ഞാനത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അത് നല്ലൊരു ക്ലീനിങ് സംഭവമാണ്. അതും കൂടെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് തേച്ച് കഴുകാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം തുണിയിൽ വെള്ളം പിഴിഞ്ഞ് നനച്ച് തുടച്ചെടുക്കാനേ പറ്റൂ. ഇത് അടുപ്പ് അങ്ങനെയുള്ള അടുപ്പായതുകൊണ്ട് നമുക്ക് വെള്ളം ഡയറക്റ്റ് കോരി ഒഴിച്ച് കഴുകാൻ പറ്റില്ലല്ലോ. അപ്പം അതിന് ഈ രീതിയിൽ എല്ലാ സൈഡും നന്നായിട്ട് വൃത്തിയാക്കി ഞാൻ ആദ്യമേ ബർണറെല്ലാം മാറ്റിയായിരുന്നു. ഇനിയിപ്പം നന്നായിട്ട് അത് തുടച്ചെല്ലാം അതിൻ്റെ പതയെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷം 3-4 പ്രാവശ്യം ടവലിൽ വെള്ളം നനച്ച് തുടച്ച് പതയെല്ലാം മാറ്റിയപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരുമാതിരി വൃത്തിയായിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു ബട്ടൺ പോലെ ഉണ്ട്, അതിനകത്തൊരു പിന്ന് വെച്ച് ആ ഹോള് ബട്ടണിനകത്തൊരു ഹോളുണ്ട്, അത് ജസ്റ്റ് ഗ്യാസ് വരുന്ന സംഭവമാണ്. അപ്പോൾ ആ ഹോള് ഈ ഒരു പിന്നിൻ്റെ ഭാഗം വെച്ച് ഓപ്പൺ ആക്കി കൊടുക്കണം. അല്ലാതെ കൊണ്ടാണ് നമുക്ക് അടുപ്പിന് ഫ്ലെയിം അതിൻ്റെ ആ ഒരു സ്പീഡ് വരുന്നതനുസരിച്ചാണ് ഫ്ലെയിം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ കംപ്ലൈൻറ്റായി നമുക്ക് അടുപ്പെല്ലാം ബർണറിലൊക്കെ ഫ്ലെയിമെല്ലാം കുറയുകയാണെങ്കിൽ ഞാൻ ഒരു ആളിനെ വിളിച്ചതെല്ലാം ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഓൾ റൗണ്ട് ഇങ്ങനെ ക്ലീനാക്കി എടുത്തേക്കും. അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ അത്യാവശ്യം ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അകത്തുള്ള എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വൃത്തിയായി കിട്ടും.